ഫെബ്രുവരി 9-ന് പയ്യന്നൂർ തായനേരിയിൽ മെഗാ പൂരക്കളി അരങ്ങേറും. തായനേരി കുറിഞ്ഞി ക്ഷേത്രത്തിലെയും അന്നൂർ തലയനേരി പൂമാലക്കാവിലെയും പൂരക്കളി കലാകാരന്മാർ ഒരുക്കുന്ന മെഗാ പൂരക്കളിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പൂരക്കളിയിലെ ഒരു ചരിത്രം സൃഷ്ടിക്കാനുള്ള ഒരു ഉദ്യമമായിട്ട് നമ്മളെ കുറിഞ്ഞി ക്ഷേത്രത്തിലെയും തലനേരിയിലെയും കലാകാരന്മാർ മുന്നോട്ടിറങ്ങുകയാണ്. കുറിഞ്ഞി ക്ഷേത്ര കളിയാട്ടത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 9-ന് മെഗാ പൂരക്കളി 500ഓളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് മെഗാ പൂരക്കളി സംഘടിപ്പിക്കുക. തായനേരി കുറിഞ്ഞി ക്ഷേത്ര കളിയാട്ടത്തിന്റെ ഭാഗമായാണ് മെഗാ പൂരക്കളി അരങ്ങേറുന്നത്. തായനേരി ശ്രീ കുറിഞ്ഞി അറ കളിയാട്ട മഹോത്സവം 2024 ഫെബ്രുവരി 10 മുതൽ 13 വരെ വിവിധ കലാപരിപാടികളോടുകൂടിയാണ് നടത്തപ്പെടുന്നത്. പൂരക്കളിയുടെ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു പൂരക്കളിയുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖം വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇവിടെ തലയന്നേരി കുറിഞ്ഞി ക്ഷേത്ര പൂരക്കളി സംഘങ്ങൾ 500 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു പൂരക്കളി മെഗാ പൂരക്കളി അരങ്ങേറുന്നത്. അപ്പോൾ തലയന്നേരി പൂമാലഭഗവതിക്കാവ് അതുപോലെ തന്നെ കുറിഞ്ഞി ക്ഷേത്രം മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം, രണ്ട് ക്ഷേത്രങ്ങളുടെയും ചടങ്ങുകൾ ഇരു ക്ഷേത്രങ്ങളുടെയും ആചാര്യക്കാരുടെ സാന്നിധ്യത്തിലാണ് നടക്കേണ്ടത്. അപ്പോൾ അതിന് അങ്ങനെയുള്ള ഒരു സാഹോദര്യ ബന്ധത്തിനെ ഒന്ന് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലുള്ളതാണ് ഇപ്പോൾ ഇരു ക്ഷേത്രങ്ങളിലെയും അവിടുത്തെ ബാല്യക്കാരും അവിടുത്തെ ഭക്തന്മാരും ജനങ്ങളൊക്കെ കൂടിയിട്ട് ഒരു വലിയ ഒരു സംഭവത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഓരോ ക്ഷേത്രത്തിലും ഇത് പാട്ടിന്റെ രാഗവും താളങ്ങളും ചുവടുകൾ എപ്പോഴും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു 150-ൽ കൂടുതൽ ആളുകളൊക്കെ ഒരേ ഒരു ശൈലിയിലേക്ക് എത്തിക്കാൻ പ്രയാസമാണ്. അപ്പോൾ നമ്മൾ ആ സ്ഥലത്താണ് നമ്മളിപ്പോൾ 500 പേരെ ഒറ്റ താളത്തിൽ ഒരേ ചുവട് വെച്ചിട്ട് 3/4 മണിക്കൂറുകൾ കളിക്കാനുള്ള പ്രാപ്തിയിൽ എത്തിയിട്ടുള്ളത്. അത് എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ ഒരു മനസ്സിലൊരു കാര്യം ഞാൻ ആശയം പറഞ്ഞു. പൂരക്കളി കമ്മിറ്റി അത് ഏറ്റെടുത്തു. എല്ലാവരും ഇപ്പോൾ നമ്മളത് അന്നൊരു ദേശത്ത് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇത് ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സമീപനമാണ് നമുക്ക് കിട്ടിയത്. 2 ഏഷ്യൻ റെക്കോർഡുകൾ ആണ് മെഗാ പൂരക്കളിയിലൂടെ സംഘാടകർ ലക്ഷ്യം വെക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.